ഒരു വയസ്സിന് ശേഷം 2 വയസ്സ് വരെ എന്തുകൊണ്ട് മുല കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടേണ്ട 50% മേലുള്ള പ്രോട്ടീനും ഒരു 40% എനർജിയും അതുകൂടാതെ തന്നെ ഒരു 10% അയണും ഏതാണ്ട് ഒരു 75% വൈറ്റമിൻ എയും പിന്നെ കുഞ്ഞുങ്ങളുടെ കണ്ണിന് നമുക്ക് അറിയാം അത്യാവശ്യമാണ് വൈറ്റമിൻ എ എന്നുള്ള കാര്യം അതിൽ ഇമ്മ്യൂണിറ്റിക്ക് മറ്റു പലത്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ എയും അയണും പ്രോട്ടീനും കലറിയും കുഞ്ഞിന് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടേണ്ടത് ശരിക്കും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാലും മൊല്യൂട്ടിൽ നമ്മൾ നിർത്തരുത്, അത് കണ്ടിന്യൂ ആണ് 2 വയസ്സിൽ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇനി പറഞ്ഞത്. ഇൻ ബിറ്റ്വീൻ അതിന് ശേഷമുള്ള ഇപ്പോൾ ഈ 50% പ്രോട്ടീന് ശേഷം കിട്ടേണ്ട 50% പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിലൂടെ നികത്തണം. അതുപോലെ 50% കിട്ടേണ്ട എനർജി അതും ഭക്ഷണത്തിലൂടെ നമ്മൾ നിർത്തണം ഈ ഗ്യാപ്പിൽ. അതുകൂടാതെ തന്നെ ബാക്കി കിട്ടേണ്ട അയൺ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ്. അയൺ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പ്രത്യേകം പറയാൻ കാരണം അതാണ്. കാരണം മുലപ്പാലിനേക്കാളും കൂടുതൽ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം അത്യാവശ്യം. മുലപ്പാലിൽ അയൺ കണ്ടൻറ്റ് വളരെ പര്യാപ്തമാണ്. അപ്പോൾ 1 വയസ്സ് 6 മാസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ പതുക്കെ ചെറിയ രീതിയിൽ അയൺ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത് ആഴ്ച 2 വട്ടം അയൺ കൊടുക്കണം എന്നുള്ളതാണ്. അതുകൂടാതെ വൈറ്റമിൻ എയും എല്ലാ 6 മാസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും ബേസിക് ഫൗണ്ടേഷൻ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മുലപ്പാൽ ഒരു കാരണവശാലും നിർത്താൻ ശ്രമിക്കരുത്. 1 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്കുള്ള സമയവും മുലപ്പാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.